അഷ്കർ ആദ്യം വിവാഹം കഴിച്ചത് ആമിന എന്ന പാലോട് സ്വദേശിയാണ്. ആ ആമിനയുടെ ഇപ്പോഴത്തെ അവസ്ഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ ചികിത്സയിലാണ്. വലിയ ക്രൂരത 2022 വിവാഹം കഴിച്ച ആ ദിവസം മുതൽ നേരിട്ടു എന്നാണ് ആമിന പറയുന്നത്. ആമിന ഈ അവസ്ഥയിലാകാനുള്ള കാരണവും അത് അഷ്കറിന്റെ ക്രൂരതയാണ്. അഷ്കർ ഭിത്തിയിൽ തല പിടിച്ചിടിപ്പിച്ച് ബ്ലഡ് ക്ലോട്ടായി അത് പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നമായി മാറുകയായിരുന്നു. ഇപ്പോൾ ആമിന നമ്മളോടൊപ്പം ചേരുകയാണ്. മോളെ, എന്താ ഉപദ്രവിക്കുമായിരുന്നോ? അസ്സലാമു അലൈക്കും. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതീവ ഗുരുതര വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ആദ്യ ഭാര്യയായ ആമിനയും അതുപോലെ തന്നെ അവരുടെ ഉമ്മയുടെയും എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ആദ്യമായിട്ട് നമ്മൾ ആ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അഷ്കർ എന്ന് പറയുന്ന വൃത്തികെട്ടവനെ ആ സ്ഥലത്ത് തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്ത് നാട്ടുകാർ സ്വീകരിക്കുന്ന രംഗമാണ് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത്. ഏതായാലും ഈ കുട്ടിയുടെ അമ്മയായ അഖിലയുടെ അമ്മ ഇന്നലെ പറഞ്ഞിരുന്നു വളരെ വ്യക്തമായിട്ട്, ഈ അഷ്കർ എന്ന് പറയുന്നവൻ ഒരു സൈലന്റ് കില്ലറാണ്, ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്, ഇന്നോ ഇന്നലെയോ തുടങ്ങിയതൊന്നുമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവർ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് സത്യം. കാരണം ആദ്യ ഭാര്യയായ ആമിന എന്ന് പറയുന്ന കുട്ടിയുടെ ഇന്നത്തെ ഒരു അവസ്ഥ കണ്ടാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ആ കുട്ടിയെയും ഉപദ്രവിച്ച് വളരെ വൃത്തികെട്ട രീതിയിലേക്ക് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ഈ അഷ്കർ എന്ന് പറയുന്ന മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നമുക്ക് ആദ്യമായിട്ട് ഇന്ന് ഹോസ്പിറ്റലിൽ കഴിയുന്ന ആ ആമിന എന്ന് പറയുന്ന ഇവരുടെ ആദ്യ ഭാര്യയെ കണ്ടാൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. അവരുടെ ഒരു അവസ്ഥ, അവർ കോമയിലായിരുന്നു എന്നുള്ളതാണ് മാസങ്ങളോളം. അതിനുശേഷം വെന്റിലേറ്ററിലായിരുന്നു പോലും 2.5 മാസം അതിന് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവർ തെറാപ്പി ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. തല പിടിച്ച് ഭിത്തിയിൽ അടിക്കുകയും അതുപോലെ തന്നെ സെർവലത്തിൻ്റെ ഭാഗത്തെല്ലാം വളരെ ശക്തമായ രീതിയിൽ മർദ്ദിക്കുകയും എല്ലാം ഇദ്ദേഹം ചെയ്തിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആമിനയുടെ ഉമ്മയും ഇപ്പോൾ പറയുന്നത്. നമുക്ക് ആദ്യമായിട്ട് ആമിനയുടെ ആ ഒരു വർത്തമാനം നമുക്കൊന്ന് കാണാം. അഷ്കർ ആദ്യം വിവാഹം കഴിച്ചത് ആമിന എന്ന പാലോട് സ്വദേശിയാണ്. ആ ആമിനയുടെ ഇപ്പോഴത്തെ അവസ്ഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ ചികിത്സയിലാണ്. വലിയ ക്രൂരത 2022 വിവാഹം കഴിച്ച ആ ദിവസം മുതൽ നേരിട്ടു എന്നാണ് ആമിന പറയുന്നത്. ആമിന ഈ അവസ്ഥയിലാകാനുള്ള കാരണവും അത് അഷ്കറിന്റെ ക്രൂരതയാണ്. അഷ്കർ ഭിത്തിയിൽ തല പിടിച്ചിടിപ്പിച്ച് ബ്ലഡ് ക്ലോട്ടായി അത് പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നമായി മാറുകയായിരുന്നു. ഇപ്പോൾ ആമിന നമ്മളോടൊപ്പം ചേരുകയാണ്. മോളെ, എന്താ ഉപദ്രവിക്കുമായിരുന്നോ? ഇതിങ്ങനെ ആവാനുള്ള ദിവസം എന്താ സംഭവിച്ചത്? 3 പേരും കൂടി തലയെ പിടിച്ചിടിച്ചല്ലേ? പിന്നെ മോളെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? എന്നെ അടിക്കും, വെള്ളത്തെ പിടിച്ച് മക്കി, പിന്നെ നമ്മൾ ഈ ആരോഗ്യാവസ്ഥയിൽ ആമിനെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുന്നില്ല. കാരണം നമുക്ക് കണ്ടാൽ സഹിക്കാൻ വേണ്ടി പോലും പറ്റുകയില്ല. ആ സ്ത്രീ ഇപ്പോൾ സംസാരിക്കാൻ പോലും വിതുമ്പുകയാണ്, കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ തെറാപ്പി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും വലിയ മാരകമായ അദ്ദേഹത്തിൻ്റെ പീഡനങ്ങൾ കൊണ്ട് തന്നെയാണ് ആ സഹോദരി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. 18 വയസ്സിൽ തീർച്ചയായിട്ടും പഠിപ്പ് കഴിയാത്ത ആ സമയത്താണ് കല്യാണത്തിലേക്ക് ഈ കുട്ടി എടുത്തു ചാടിയത്. വളരെ വ്യക്തമായിട്ട് വീട്ടുകാരെല്ലാം വളരെ നിർബന്ധിച്ച് ഈ കുട്ടിയോട് കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞിരുന്നു. അവരെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് ഒരു കാര്യത്തിലും നാട്ടുകാരടക്കം അല്ലെങ്കിൽ അവരുടെ അയൽവാസികളടക്കം പറഞ്ഞിരുന്നു ഇദ്ദേഹം മോശപ്പെട്ട ക്യാരക്ടറാണ് എന്ന് പറഞ്ഞ സമയത്ത് വീട്ടുകാർ ഈ കല്യാണത്തിനെ എതിർത്തിരുന്നു. ആ സമയമാകുമ്പോഴേക്കും കോളേജിൻ്റെ വക്കത്ത് പോയി നിന്നുകൊണ്ട് ഈ കുട്ടിയുടെ നമ്പർ വാങ്ങി സംസാരിച്ച് പ്രണയത്തിൽ അദ്ദേഹം കീഴ്പ്പെടുത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ പൊന്നും പണ്ടവും എല്ലാം പെട്ടെന്ന് തന്നെ ഉമ്മയോട് വാങ്ങിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഭീഷണിയും തെറികളും എല്ലാം പറയുന്നത് ഉമ്മ തന്നെ ഒരു പ്രാവശ്യം ഫോൺ എടുത്ത സമയത്ത് ലൈവായിട്ട് കേട്ടിരുന്നു. ആ സമയത്തും ഉമ്മ പറഞ്ഞിരുന്നു, മോളെ, ഇദ്ദേഹത്തെയാണോ നീ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്, നിനക്കിതിൽ നിന്ന് ഒഴിഞ്ഞൂടെ എന്ന് പറഞ്ഞ സമയത്ത് നിർബന്ധിച്ചില്ല, അദ്ദേഹത്തെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു അനന്തര ഫലമാണ് ഇപ്പോൾ ആ കുട്ടി കിടക്കുന്ന കിടപ്പ് കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഒരു ഉമ്മയ്ക്കും സഹിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഏകദേശം 3 വർഷം, ഇപ്പോൾ 21 വയസ്സായി, 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ആ 3 വർഷവും അവരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പോലും സാധിക്കുകയില്ല. അത് വളരെ വ്യക്തമായിട്ട് ആമിന എന്ന് പറയുന്ന ഈ സഹോദരിയുടെ ഉമ്മ പറയുന്നുണ്ട്. നമുക്ക് അതുകൂടി ചെയ്തത്, മോളെ തല ഭിത്തിയിൽ വെച്ച് ഇടിക്കും, ബാക്ക് സൈഡ് നമ്മളെ സെറിബെല്ലത്തിൻ്റെ ഭാഗത്താണ്
ഇടിയെന്ന് പറഞ്ഞാൽ ക്ലോസറ്റിൽ വെച്ചാണ് ഇടിക്കണം. ഇടിച്ച് ബോധം കെട്ട് പല ദിവസവും കിടന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് തള്ളയും സഹോദരിയും ഇവനും കൂടെ എൻ്റെ കൊച്ചിനെ വീട്ടിൽ എന്നെ കൊണ്ടാക്കെന്നും പറഞ്ഞ് കതവ് തുറന്ന് ഇറങ്ങാൻ പോയപ്പോഴത്തേക്ക് 3 പേരും കൂടെ വലിച്ചിഴച്ച് ബാത്റൂമിൽ കൊണ്ടിട്ട് വീണ്ടും ഇവൻ വയറ്റിൽ ചവിട്ടുകയും ഇടിക്കുകയും ചെവിട്ടത്ത് ഇടിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. എന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂരതയാണ്. അതിന് മുമ്പായിട്ട് തന്നെ പല പ്രാവശ്യം അവർ കൊല്ലാൻ ശ്രമിച്ച് കൊച്ചിനെ ഫാനിൽ ഇവരെ കെട്ടിത്തൂക്കാൻ ഒരുങ്ങി. അടിച്ച് 3 പേരും കൂടെ അടിച്ചിട്ട് കൊച്ചു അബോധാവസ്ഥ ആയപ്പോഴത്തേക്ക് ഫാനിൽ കെട്ടിത്തൂക്കാൻ ഒരുങ്ങിയപ്പോൾ എങ്ങനെയോ എൻ്റെ കൊച്ചിന് ഓർമ്മശക്തി ദൈവം തമ്പുരാൻ കൊടുത്ത്. അങ്ങനെ കൊച്ച് കരഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് അയൽവക്കക്കാർ കേട്ട്. അവർ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞ് ആ വീട്ടിൽ ഭയങ്കര വഴക്കാണെന്ന്. അയൽവക്കക്കാർ ആരും അവിടെ സഹകരിക്കില്ല. കാരണം ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴും ആ സ്ത്രീ ഇട്ടിരിക്കുന്ന വസ്ത്രം വലിച്ചു കീറിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് അവർക്ക് വിജയത്തിന് വേണ്ടി. അതുകൊണ്ട് അവിടെയുള്ള അയൽവക്കക്കാരാ നാട്ടുകാരാ ഒന്നും ഇവരോട് ഒന്നും പറയൂല. ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഇപ്പൊ മോളുടെ അവസ്ഥ എന്താണ്? മോളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ മോള് 13 മാസം വരെ ഹോമോ സ്റ്റേജ് ആയിരുന്നു. 13 മാസം ഓപ്പറേഷൻ കഴിഞ്ഞ് 2.5 മാസം വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പം ഒരു 10 മാസം ആവേ ഉള്ളൂ എൻ്റെ മോൾക്ക് ഓർമ്മശക്തി കിട്ടിയിട്ട്. എന്നാലും ചിലപ്പോഴൊക്കെ ഒരു ഇതായിട്ട് തോന്നും. എന്നാലും ഇപ്പം നല്ല ഓർമ്മശക്തി ഉണ്ട്. പക്ഷേ മോൾ കിടക്കേന്ന് എഴുന്നേക്കൂല. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഫിസിയോതെറാപ്പി കൊണ്ടുവന്നത്. ഞങ്ങൾ ഈ 2 വർഷം കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കും. 1-2 ദിവസം മർദ്ദനം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. എൻ്റെ മോള് തന്നെ പറയും അവളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്. പിന്നെ വിഷം വരെ കൊടുത്ത് കവിള് പൊത്തിപ്പിടിച്ചും കൊണ്ട് എലി വിഷം കലക്കി കൊടുത്തെന്ന്. ഏതെല്ലാം രീതിയിലാണ് ആ കുട്ടിയെ മർദ്ദിച്ചത് എന്ന് കുട്ടി പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷേ ആ അമീനയുടെ ഉമ്മ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കും. കാരണം ആ സഹോദരി ഇപ്പോൾ കാര്യമായ രീതിയിൽ വർത്തമാനം പറയാൻ പോലും പറ്റാത്ത ഒരു രീതിയിലേക്ക് അകപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഓർമ്മ പോലും പുതുക്കി കിട്ടിയത് എന്ന് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യം അടിച്ചൊതുക്കിയതിന് ശേഷം മരിച്ചു എന്ന് വിചാരിച്ച് കെട്ടി തൂക്കാൻ വരെ ഈ ഫാമിലി ഉമ്മയടക്കമുള്ള ആൾക്കാർ തയ്യാറായി എന്നാണ് ആ ഉമ്മ പറയുന്നത്. എത്രമാത്രം സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് നിങ്ങൾ നോക്കണം. പാവപ്പെട്ടവർക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നിയമത്തിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. കാരണം പല പ്രാവശ്യം ഈ ഉമ്മ പോലീസിനെ കണ്ട് പരാതിയെല്ലാം പറഞ്ഞ സമയത്ത് അദ്ദേഹം അവിടെയുള്ള പിടിപാടെല്ലാം വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് അന്ന് തന്നെ ജാമ്യത്തിൽ ഇറങ്ങി പോകുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചത്. അതിൻ്റെയൊക്കെ അന്ന് നടപടിയെടുക്കാത്തതിൻ്റെയൊക്കെ അനന്തരഫലമാണ് ഇന്ന് 1.5 വയസ്സുകാരൻ്റെ ഒരു മരണത്തിലേക്കും അതുപോലെ തന്നെ 21 വയസ്സുള്ള ആയിഷ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ഒരു കിടപ്പും തീർച്ചയായിട്ടും നിയമം നോക്കുകുത്തിയായി നിന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായത്. തീർച്ചയായിട്ടും ഇദ്ദേഹം ഒരു സൈലന്റ് കില്ലറാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഇദ്ദേഹത്തെ ഇനിയുള്ള കാലമെങ്കിലും തീർച്ചയായിട്ടും തുറങ്കൽ അടിച്ചുകൊണ്ട് നാട്ടിലേക്ക് തുറന്നുവിടാത്ത രീതിയിൽ അകത്താക്കുക തന്നെ വേണം. അല്ലാതെ സൂര്യ ജീവിതം ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും പെൺകുട്ടികൾക്കും അദ്ദേഹം തടസ്സം നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതിന് നന്ദി, നമസ്കാരം.